തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ സ്ഥാപിച്ച കുടിവെള്ള കിയോസ്കിൽ വെള്ളം നിലച്ചിട്ട് 2 വർഷമായി. കിയോസ്കുകൾ സ്ഥാപിച്ച ശേഷം 1 മാസം മാത്രമാണ് ഇവിടെ വെള്ളമുണ്ടായിരുന്നത്. കാൽനട യാത്രക്കാരും വിദ്യാർത്ഥികളും ഒരുപോലെ ആശ്രയിച്ചിരുന്ന കുടിവെള്ള സ്രോതസ്സിൽ ഇപ്പോൾ വരുന്നത് കാറ്റ് മാത്രമാണ്. പാളയം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലെ കുടിവെള്ള കിയോസ്കിൽ വെള്ളം കണ്ടിട്ട് 2 വർഷം പിന്നിടുന്നു. കിയോസ്കുകൾ സ്ഥാപിച്ച ശേഷം കുറച്ചുകാലം മാത്രമായിരുന്നു വെള്ളമുണ്ടായിരുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു കൂടുതലും കിയോസ്കിലെ കുടിവെള്ളത്തെ ആശ്രയിച്ചിരുന്നത്. സമീപത്ത് ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരും യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ വരുന്ന കുട്ടികളും കിയോസ്കിലെ വെള്ളം ഉപയോഗിച്ചിരുന്നു. എല്ലാവരും കേന്ദ്രീകരിക്കുന്ന സ്ഥലം യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടാണ് ബസ്സിൽ. അപ്പോൾ ഓരോരുത്തരും ഇവിടെ വന്ന് ഈ കുടിവെള്ള ദാഹജലത്തിന് വേണ്ടി ഇവിടെ വന്ന് ഇവിടെ നോക്കുമ്പോൾ കുടിവെള്ളം ഇല്ല. അത് വലിയൊരു തീരെ നഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഒരു കോളേജ് കൂടി ആയതുകൊണ്ടേ കോളേജിലെ പിള്ളേരും ഒത്തിരി ഇവിടെ വരും, പോകുന്നവരും പെട്ടെന്നവർ വരുന്ന യാത്രക്കാരും ഒത്തിരി വന്ന് ദിനംപ്രതി ഒത്തിരി വെള്ളം ചിലവാകുന്ന സ്ഥലമാണ് കുടിവെള്ളം. അപ്പോൾ അതിന് ഭയങ്കര വെള്ളം ഇല്ലാത്തത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കിയോസ്കുകൾ വൃത്തിയാക്കാൻ നഗരസഭ ചുമതലപ്പെടുത്തിയ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വൃത്തിയാക്കൽ നിലച്ചു. പതിയെ ഇവയുടെ പ്രവർത്തനവും നിലയ്ക്കുകയായിരുന്നു. നിലവിൽ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ സമീപത്തെ ഭക്ഷണശാലകളിൽ നിന്നാണ് കുടിവെള്ളം എടുക്കുന്നത്. വെള്ളം വാങ്ങിക്കാനുള്ള പ്രത്യേകിച്ച് കടകളും ഈ ഭാഗത്തില്ല, അത് ഉള്ളിൽ പോകണം. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഓരോരുത്തരും ഒന്ന് തെക്ക് നോക്കും, ചമ്മിപ്പോവും. എത്രയും വേഗം ഈ കിയോസ്കി വൃത്തിയാക്കി കുടിവെള്ളം ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, തിരുവനന്തപുരം.